ഓം ഗംഗണപതയേ നമ. ഗുരുഭ്യോ നമ. സരസ്വതി നമ. ദക്ഷിണാമൂർത്തേ നമ. സൂര്യാദിനവഗ്രഹേഭ്യോ നമ. മേഷാദിദ്വാദശരാശിഭ്യോ നമ. ഓം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപത്തി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 2025 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ 2025 വർഷം 27 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ എന്തായിരിക്കും എന്നാണ് ഇനിയുള്ള സമയത്ത് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭാരതത്തിലെ അതിപുരാതനമായ ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രം കരുവന്നൂർ കാരണേ ദേവസ്ഥാനം. ആദ്യത്തെ നക്ഷത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അശ്വതിയാണ്. നഭോമണ്ഡലത്തിൽ കുതിരകളുടെ മുഖത്തോടു കൂടി കാണുന്ന നക്ഷത്രക്കൂട്ടമാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗഭാഗ്യശാലികളും നല്ല സൗന്ദര്യമുള്ളവരും ആരോഗ്യമുള്ളവരും പ്രത്യേകിച്ച് എടുത്തു പറയുന്ന തരത്തിൽ ഈശ്വരഭക്തിയുള്ളവരും ആയിരിക്കും. സ്ത്രീകളുടെ ജനനം ഐശ്വര്യപ്രദമായിരിക്കും. അങ്ങനെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അശ്വതി, ഭരണി, കാർത്തികക്കാല് ഇതെല്ലാം മേടക്കൂറാണ്. ആ അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം വളരെയധികം ഐശ്വര്യപ്രദമായിട്ടുള്ള കാലഘട്ടമായിരിക്കും. ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബാങ്ക് ലോണുകൾ കിട്ടുക, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണത്. എന്നാൽ മാർച്ച് പകുതിക്ക് ശേഷം ഉള്ള കാലഘട്ടം അത്രയധികം ഒരു അനുകൂല അവസ്ഥയിലായിരിക്കില്ല. അതുപോലെ തന്നെ മാർച്ച് പകുതിക്ക് ശേഷം അതുപോലെ മെയ് മാസത്തിലും, മെയ് മാസത്തെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം വരെയുള്ള കാലം അവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ട് മുന്നോട്ട് പോകുമെന്നുണ്ടെങ്കിൽ ഗുണാനുഭവങ്ങൾ കൂടുതലായിരിക്കും. മെയ് പകുതിക്ക് ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്നതായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഒക്ടോബർ മാസത്തെ സംബന്ധിച്ച് ഒക്ടോബർ മാസത്തിൽ അവർക്ക് ജീവിതത്തിൽ പല ഉയർച്ചകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോയി പഠനം നടത്താനും ചില ബിസിനസ് കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ ഒക്ടോബറിന് ശേഷം അവർക്ക് സാധിക്കും. ഇങ്ങനെ പൊതുവെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും അശ്വതി നക്ഷത്രത്തെക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഗുണം ഏറി നിൽക്കുന്നതായിട്ടുള്ള ഒരു വർഷമാണ് 2025. അവരുടെ പ്രതികൂല അവസ്ഥയെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ വിഷമാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശനീശ്വരന് പുഷ്പാഞ്ജലിയും അർച്ചനയൊക്കെ നടത്തുക, ശാസ്താവിന് വഴിപാടുകൾ കഴിക്കുക, എള്ളു പായസം വിശേഷമായിട്ട് ശാസ്താവിന് കഴിക്കുന്നത് വളരെയധികം ഗുണകരമായിട്ട് മാറും. അതുപോലെ തന്നെ ഗുരുവായൂരപ്പന് ദർശനം നടത്തുക, തൊട്ടടുത്തുള്ള കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും ദർശനം നടത്തുകയോ വഴിപാട് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് പാൽപ്പായസം വഴിപാട് കഴിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ലതാണ്. സർപ്പാനുകൂല്യം ഉണ്ടാകുന്നതിന് വേണ്ടി 100 പാലും കഴിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രത്യേക പ്രതിസന്ധികളെ അതിജീവിക്കാൻ അത് സഹായകരമായി തീരുക തന്നെ ചെയ്യും. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാര് പൊതുവെ ശുദ്ധഹൃദയരാണ്. പക്ഷെ അവരാരെയും വകവച്ചു കൊടുക്കുന്ന പ്രകൃതക്കാരല്ല. ഏത് പ്രതികൂല സാഹചര്യത്തിലും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് വിശേഷമായിട്ടുള്ള കഴിവുകളുണ്ട്. വിശാലമായ നെറ്റിത്തടം, തിളങ്ങുന്ന കണ്ണുകൾ, ഇതൊക്കെ അവരുടെ പ്രത്യേകതയും വിശേഷമാണ്. ആ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഏകദേശം മുഴുവൻ കാലഘട്ടം തന്നെ പറയാം വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിൻ്റെ പകുതി, അതുപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങൾ, സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ, ഇങ്ങനെയുള്ള ചില മാസങ്ങൾ ഒഴിച്ചാൽ അവർക്ക് ഈ വർഷം മുഴുവൻ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്ന മാസങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ
ഗൃഹം മോടി പിടിപ്പിക്കാൻ, ഏപ്രിൽ മാസത്തിലൊക്കെ വിവാഹാദി കാര്യങ്ങൾ നടക്കാൻ പറ്റുന്ന സമയം. അതുപോലെ തന്നെ വീട് പുതുക്കി പണിയാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടം വളരെ അനുകൂലമായിട്ട് മാറും. അതുപോലെ തന്നെ വിദേശ യാത്രകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില സുഹൃത്തുക്കൾ മുഖേന ഈ വർഷത്തിൽ അവർക്ക് വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ചില പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനും അതുവഴി പല ലാഭങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള കാലം ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാര്യം അവർ പ്രത്യേകം ജാഗ്രത ആയിട്ടിരിക്കേണ്ടത്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സ്വയം കുരുക്കിൽ ചെന്ന് ചാടുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതിനെക്കുറിച്ച് വളരെയധികം ജാഗ്രത ആയിട്ടിരിക്കേണ്ടതുണ്ട്. അവരവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു വർഷമാണത്. പക്ഷെ അവർ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ പോയി ഇടപെട്ട് സ്വയം കുടുക്കിൽ ചെന്ന് ചാടുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വർഷത്തിൻ്റെ അവസാന കാലഘട്ടം എത്തുമ്പോഴേക്കും കുറച്ച് ചില വിഷമതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നല്ല കാര്യമായിട്ടുള്ള ഈശ്വര ഭജനം ഈ സമയത്ത് നടത്തണം. പ്രത്യേകിച്ച് മെയ് മാസത്തിലൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിലുള്ള ഈശ്വര ഭജനം, ഈശ്വര ഭക്തി ആവശ്യമുള്ള കാലഘട്ടമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവർ ലക്ഷ്മി ദേവിയെ ഭജിക്കുകയും ലക്ഷ്മി അഷ്ടകം ജപിക്കുകയും ഒക്കെ ചെയ്താൽ ധനസമൃദ്ധിയും അതുപോലെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള നിത്യ ഉപാസനയും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനവും ഒക്കെ ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായിരിക്കും എന്ന് പ്രത്യേകം എടുത്തു പറയാൻ സാധിക്കും. നക്ഷത്രങ്ങളിൽ മൂന്നാമത്തെ കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവെ സൗമ്യരാണ്, ശാന്തപ്രകൃതമുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സ്വഭാവ വൈശിഷ്ട്യമുള്ളവരാണെന്ന് പൊതുവെ അഭിപ്രായപ്പെടാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം 2025 വർഷം വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ്. വർഷാരംഭത്തിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പല പ്രതിസന്ധികളും നേരിടേണ്ടതായിട്ടുള്ള ജനുവരി ഫെബ്രുവരി മാസങ്ങൾ മുതൽ തന്നെ പലതരത്തിലുള്ള തടസ്സങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ വന്നു ചേരാൻ സാധ്യതയുള്ള സമയം, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ ശത്രുവായി മാറാനുള്ള സാധ്യതകൾ, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ സാമാന്യഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല പ്രതിസന്ധികളും അവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭകാലത്ത് നേരിടേണ്ടി വരും. അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനെയൊക്കെ അതിജീവിച്ച് ഈ ശത്രുവായിട്ട് നിന്ന ആൾ തന്നെ തിരിച്ച് മിത്രമായിട്ട് വരുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള നന്മയും തിന്മയും മാറി മാറി വരുന്ന, ദോഷങ്ങളും നന്മകളും ഒക്കെ മാറി മാറി വരുന്നതായിട്ടുള്ള ഒരു വർഷമാണ് അവരെ സംബന്ധിച്ചത്. ഇപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ തുടങ്ങിയതായിട്ടുള്ള വർഷത്തിൻ്റെ ആരംഭ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള വിഷമാനുഭവങ്ങൾ നേരിടേണ്ടി വന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് വർഷം അവസാനമാകുമ്പോഴേക്കും മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നേരിടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധാപൂർവം ഈശ്വരഭക്തിയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് ഈശ്വര ഭജനം നടത്തുക, ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട്, പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ഭജനം, അതുപോലെ തന്നെ സർപ്പത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിട്ട് മാറും. അവർ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ദേവി ഉപാസന ചെയ്യുന്നത്, ദേവീ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നത്, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായിട്ട് മാറും. വർഷാരംഭത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കരുത്ത് പകരും. അതുകൊണ്ട് കുറച്ച് ജാഗ്രതയോടുകൂടി ഇരിക്കുകയും വർഷം അവസാനമാകുമ്പോഴേക്കും ശുഭാനുഭവങ്ങൾ വന്നു ചേരാനും പുതിയ തൊഴിൽ ലഭ്യമാക്കാനും ഏപ്രിലൊക്കെ പുതിയ വിവാഹത്തിനൊക്കെ ഉള്ള സാധ്യതകൾ, വിവാഹബന്ധം ഉറപ്പിക്കാനും ഒക്കെ ഉള്ള സാധ്യതകളും ഒക്കെ കാണുന്ന ഒരു പ്രത്യേക വർഷമാണിത്. ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത് രോഹിണി നക്ഷത്രത്തെ കുറിച്ചിട്ടാണ്. രോഹിണി നക്ഷത്രം നമുക്കറിയാവുന്നതുപോലെ ഇടവക്കൂറാണ്. കാർത്തികയുടെ മുക്കാല് രോഹിണി മകീരത്തിൻ്റെ പകുതി ചേർന്ന ഇടവക്കൂറിലാണ് ഈ രോഹിണി നക്ഷത്രം. അതിൻ്റെ മധ്യഭാഗത്തുള്ള നക്ഷത്രമാണ് രോഹിണി. രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ അവർ ആരെയും ആകർഷിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ്. അവരുടെ മധുരമായിട്ടുള്ള സംഭാഷണം കൊണ്ട്, അവരുടെ കുലീനത കൊണ്ട്, അതുപോലെ തന്നെ അവരുടെ
ആകാര സൗഷ്ഠവം കൊണ്ടൊക്കെ അവർ എല്ലാവരെയും വളരെ പെട്ടെന്ന് ആകർഷിക്കുന്ന സ്വഭാവക്കാരാണ്. പക്ഷെ അവർ വളരെ പെട്ടെന്ന് മുൻകോപികളുമാണ്, ഒരു സംശയമില്ല അതിൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതുവെ വളരെ ഗുണാനുഭവമുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ജനുവരി മാസത്തിൽ അവസാനത്തെ 10 ദിവസം ഒഴിച്ച് ബാക്കിയുള്ള സമയം നല്ലതാണ്. ഫെബ്രുവരി മാസം വളരെ ഗുണകരമായിട്ടിരിക്കും. ആ സമയത്തൊക്കെ വളരെ ഗുണാനുഭവങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ജീവിതത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ഉയർച്ചയുണ്ടാവും. വ്യവസായം ചെയ്യുന്നവരെ തൊഴിൽ സംബന്ധിച്ച് അവർക്ക് ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഏപ്രിൽ മാസത്തിൽ വിവാഹാദി കാര്യങ്ങളൊക്കെ തീരുമാനമൊക്കെ എടുക്കാനും അങ്ങനെ അത്തരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റിയതായിട്ടുള്ള സമയമാണ്. പക്ഷേ മെയ് മാസം പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടമായിരിക്കും. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ഡിസംബർ മാസം ആകുമ്പോഴേക്കും വീണ്ടും അവർക്ക് വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു കാലത്തേക്ക് വരും. സംബന്ധിച്ച് പലതരത്തിലുള്ള കേസുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. ആ കേസുകളെ കൊണ്ട് വലയാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് ആ ഡിസംബർ മാസത്തിൽ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് രോഹിണി നക്ഷത്രക്കാർ ശ്രമിക്കണം. ആ സമയത്ത് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി കാലഘട്ടം വരുമ്പോഴും അതിനെയൊക്കെ അതിജീവിക്കാൻ ഏറ്റവും നന്നായിട്ടുള്ളത് ഈശ്വര ഭജനമാണ്. ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുക, ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവർക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതൊരു ശ്രീയന്ത്രം പോലത്തെ യന്ത്രങ്ങളൊക്കെ വീടുകളിലൊക്കെ സൂക്ഷിച്ചും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ദേവി ഭക്തിയോട് കൂടിയിട്ടുള്ള ഉപാസനകൾ നടത്തിയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയും ഒക്കെ തന്നെ ഈ പ്രതികൂല അവസ്ഥയെ അവർക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. അടുത്തത് മകീരൻ നക്ഷത്രമാണ്. മകീരൻ നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ മകീരൻ നക്ഷത്രത്തിൻ്റെ അരഭാഗം ഇടവക്കൂറിലും ബാക്കി അരഭാഗം മിഥുനക്കൂറിലുമാണ്. ആ മകീരൻ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം 2025 വർഷം അതിൻ്റെ ആദ്യ ഭാഗം വളരെയധികം പല അനുകൂല അവസ്ഥയും ഗുണപ്രദമാകുന്നുണ്ടെങ്കിലും അവസാന ഭാഗമാകുമ്പോഴേക്കും ചില പ്രതിസന്ധികൾ ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ജനുവരി മാസമൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിലും ഗൃഹത്തിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഫെബ്രുവരി മാസവും വളരെ അനുകൂലമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവിടെ ചില വസ്തുതർക്കങ്ങൾ അല്ലെങ്കിൽ വീടിനെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ തൊട്ടടുത്തുള്ളവരും അതുപോലെ തന്നെ അകന്നു നിൽക്കുന്ന ചില ബന്ധുക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഏപ്രിൽ മാസം വരെയൊക്കെയുള്ള സമയം നല്ലതാണ്. മെയ് മാസത്തിൽ പൊതുവെ കുറച്ചൊരു ജാഗ്രതയോട് കൂടി ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ അതിനുശേഷമുള്ള ചില മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. ഡിസംബർ മാസം ആകുമ്പോഴേക്കും അതിനൊക്കെ മാറ്റം വന്ന് വീണ്ടും നല്ല ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വരും. നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ പൊതുവെ അനുകൂലമായിട്ട് വരുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അങ്ങനെ മകീര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള അതായത് ആദ്യ ഭാഗം നല്ലതെന്ന് പറയുമ്പോഴും അവിടെ ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും. അവസാന കാലഘട്ടം വളരെ ദോഷം എന്ന് പറയുമ്പോഴും അവിടേക്ക് വളരെ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷത്തിലുടനീളം തുടക്കം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടത്തിലുടനീളം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഉണ്ടാകും. അതേസമയത്ത് ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സുബ്രഹ്മണ്യനെ ഭജിക്കുക, മുരുകഭജനം, മുരുകക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അവിടെ വഴിപാടുകൾ കഴിക്കുക, മുരുകൻ്റെ പ്രീതികരമായിട്ടുള്ള സ്തോത്രങ്ങൾ ചൊല്ലുക, മുരുകനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് സ്കന്ദഷഷ്ടി കവചം പോലുള്ളതായിട്ടുള്ള അതായത് പലതരത്തിലുള്ള ദുർബാധകളുടെ ശത്രുക്കളുടെയൊക്കെ ഉപദ്രവം അതിജീവിക്കാൻ കഴിവുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സ്കന്ദഷഷ്ടി കവചം ഒക്കെ ഈ സമയത്ത് പാരായണം ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെയാണ് ഭദ്രകാളിയെയും പ്രാർത്ഥിക്കുകയും ഉപാസന ചെയ്യുകയും അതിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം അവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിരിക്കും. ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിലൂടെ കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അവർക്ക് ഈ തരത്തിലുള്ള ഈശ്വര ഭജനം കരുത്തു പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. മഹാദേവന്റെ നക്ഷത്രം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇവർ നല്ല പാണ്ഡിത്യമുള്ളവരായിരിക്കും. എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല അറിവുള്ള ആളുകളായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ.
തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ വിദേശവാസ യോഗ്യം ഉള്ള ആൾക്കാരാണ്. സ്വന്തം വീട് വിട്ട് മാറി താമസിക്കുന്ന ആൾക്കാരായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ അനുകൂലത്തോടു കൂടി വേണം ജനുവരി മാസം ആരംഭിക്കുന്നത്. ജനുവരി മാസത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ജനുവരി മാസത്തിൽ ഉണ്ടാകും. എല്ലാ രംഗത്തും അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, അതുപോലെ തന്നെ നല്ല ഉയർച്ചയും ഒക്കെ പറയുന്ന മാസമാണ് ജനുവരി. ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും അവർക്ക് ചില രോഗ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിടേണ്ടി വരും. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളുണ്ടാവും, ചില വ്യവഹാരങ്ങളിൽ ചെന്ന് പെടുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവും. പക്ഷെ ആ രോഗാവസ്ഥയൊന്നും മാർച്ച് മാസം വരെ ഒന്നും നീണ്ടു നിൽക്കില്ല. മാർച്ച് മാസം ആകുമ്പോഴേക്കും അതിനൊക്കെ ശമനമുണ്ടാകും. അങ്ങനെ മുന്നോട്ട് പോയി അവരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം ഗുണകരമായിരിക്കും. മെയ് മാസത്തിൽ വീണ്ടും പ്രതിസന്ധിയുടെ കാലഘട്ടത്തും. നവംബർ ഡിസംബർ മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ അവർ ഇത്തരത്തിലുള്ള ചില ഗൗരവമുള്ള കേസ് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജാഗ്രതരായിട്ടിരുന്നുകൊണ്ട് നല്ല നിലയിലുള്ള ചില ഈശ്വര പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് മഹാദേവനെ, ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്രീരുദ്രം ചൊല്ലുക, ശ്രീരുദ്രം കൊണ്ട് ധാര കഴിക്കുക, ശിവന് ധാര, പിൻവിളക്ക്, കൂവളമാല ഇതൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ നമശിവായ മന്ത്രം പരമാവധി ജപിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത്തരത്തിലുള്ള ഈ മോശപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് അവർക്ക് കരകയറി വരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. പുണർന്ന നക്ഷത്രത്തിൻ്റെ കാൽഭാഗം മിഥുനക്കൂറിലും ബാക്കി കർക്കിടകക്കൂറിലുമാണ് ഉള്ളത്. പൊതുവെ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ് പുണർന്ന നക്ഷത്രക്കാരെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അസത്യം ചെയ്യുന്നവരല്ല, അധർമ്മം ചെയ്യുന്നവരല്ല. അങ്ങനെയുള്ള അധർമ്മമോ അസത്യമോ എവിടെയെങ്കിലും കണ്ടാൽ അതിനെ എതിർക്കാൻ മനസ്സുള്ള ആൾക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കർക്കിടകക്കൂറിലുള്ള പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെയധികം ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു വർഷമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അവരുടെ ജീവിതത്തിലെ എല്ലാത്തിലെ ഈ 12 മാസങ്ങളിൽ ഏകദേശം ഒരു 11 മാസത്തോളം കാലയളവ് അവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രതികൂലം, എല്ലാത്തിനും അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും എല്ലാ മാസവും. പക്ഷെ എന്നാലും പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കീർണമായിട്ടുള്ള ഒരു വർഷം എന്നുള്ള നിലയിൽ വേണം അവർ ഈ വർഷത്തെ നോക്കി കാണാനായിട്ട്. പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഓരോ സമയത്ത് ഉണ്ടാകുമ്പോൾ പോലും പലതരത്തിലുള്ള പ്രതിസന്ധികളും അവരെ സംബന്ധിച്ചിടത്തോളം അതിനോട് ചൂട് പിടിച്ചുകൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം ജാഗ്രത കാണിക്കണം. അവർ ജനുവരി മാസത്തിൽ ചില സാമ്പത്തിക പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഫെബ്രുവരി മാസത്തിൽ കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതേപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമുണ്ട്. ഇങ്ങനെ തുടങ്ങി അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ സാമ്പത്തിക ബാധ്യതകൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു വർഷമാണ് ഇത് എന്നുള്ള നിലയിൽ 2025 മുൻകൂട്ടി തന്നെ വേണ്ടുമണ്ണുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് വേണം നോക്കിക്കാണാൻ. അവരുടെ ഗുണാനുഭവങ്ങൾ, യഥാർത്ഥത്തിലുള്ള ഗുണാനുഭവങ്ങളൊക്കെ പരിപൂർണമായിട്ടുള്ള നിലയിൽ വരുന്നത് ഡിസംബർ മാസത്തോടു കൂടിയിട്ടായിരിക്കും. അതുകൊണ്ട് ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധാപൂർവം, വളരെ ജാഗ്രതയോടുകൂടി, വളരെയധികം ഈശ്വര ഭജനത്തോടു കൂടിയിട്ട് അതിനെയൊക്കെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് സാധിച്ചാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അവരെ സംബന്ധിച്ചിടത്തോളം കരുത്തു പകരും. അതുകൊണ്ട് ഈശ്വര ഭജനം, പ്രത്യേകിച്ച് ശിവപാർവതിമാരെ ഭജിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ വളരെ അത്തരത്തിലുള്ള ഭജനകൾ, പ്രാർത്ഥനകൾ, വഴിപാടുകൾ, തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലുള്ള ദർശനങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രം കർക്കിടകക്കൂറിലാണുള്ളത്. പൂയം നക്ഷത്രക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ വൈകാരികമായിട്ട് ചന്ദ്രൻ്റെ ക്ഷേത്രം, അതുകൊണ്ട് തന്നെ മനസ്സുമായി ബന്ധപ്പെട്ട വൈകാരികമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. അവർക്ക് തികഞ്ഞ ഗുരുഭക്തി, ഈശ്വരഭക്തിയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഒരേ സമയത്ത് തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടും, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർ ശാന്തരാകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളുള്ള ആൾക്കാരാണ് പൂയം നക്ഷത്രക്കാർ. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിൻ്റെ വർഷം 2025 മെയ് മാസം വരെയുള്ള കാലഘട്ടം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കും.
പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതുവെ അവർക്ക് ആധിക്യമുള്ള ഗുണാനുഭവങ്ങൾ, അതുപോലെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം വരെയൊക്കെ, മെയ് മാസം വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് പ്രതികൂലമായിട്ട് നിന്നിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ മാറ്റം വന്ന് അവർക്ക് അനുകൂലമായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറയും, അവർക്ക് പുതിയ വീടുകൾ വയ്ക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം സാഹചര്യമൊക്കെ ഉണ്ടാവും, വിദേശ സഞ്ചാരത്തിന് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒരു മെയ് മാസത്തിന് ശേഷമാണ് പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയുള്ള സമയം. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള കാലഘട്ടം അതിനെയൊക്കെ അനുകൂലമായിട്ട് മാറുന്നതാണ്. അതിനുശേഷവും അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പല പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ചില ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ്. ജീവിതത്തിൽ മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അവർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം കർക്കിടകക്കൂറാണ്. അതുപോലെ തന്നെ ഈ കർക്കിടകക്കൂറുകാരെ കുറിച്ച് ഈ ചന്ദ്രൻ്റെ ക്ഷേത്രം എന്നുള്ള നിലയിൽ അവരെക്കുറിച്ച് പൊതുവെ പറയുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങളൊക്കെ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവർ രൗദ്ര സ്വഭാവമുള്ളവരാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ചഞ്ചല മനസ്കരാണ്, പെട്ടെന്ന് മനസ്സിനൊക്കെ മാറ്റം വരും. അതുപോലെ മുൻകോപികളാണ് എന്നൊക്കെ പൊതുവെ ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ വർഷം വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും. ജനുവരി, ഫെബ്രുവരി മാസത്തിലൊക്കെ ധാരാളം ധനയോഗത്തിന് സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസം, മാർച്ച്, ഏപ്രിൽ തുടങ്ങിയ മാസങ്ങളിലൊക്കെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്തുള്ള ഉയർച്ച, ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള മാസങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം നാല്. അതുപോലെ തന്നെ മെയ് മാസത്തെ സംബന്ധിച്ച് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ചില ഡൗൺ ആവുന്നുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ചതുർവിധ യോഗം ഒക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരും. അങ്ങനെ വർഷം മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം 2025 വർഷം അവരെ സംബന്ധിച്ച് ഗുണകരമാണ്. വളരെയധികം കഠിന അധ്വാനം ചെയ്ത് അവരുടെ ഇപ്പം നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ അവർ അതിജീവിക്കും. പക്ഷെ മുൻകോപം കൊണ്ടുണ്ടാവുന്ന ചില പ്രതിസന്ധികളൊക്കെ അവർ നേരിടേണ്ടി വരും. അതായത് പ്രത്യേകിച്ച് മെയ് ജൂൺ മാസങ്ങളിലൊക്കെ പെട്ടെന്നുണ്ടാകുന്ന വികാരപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ വികാരപരമായിട്ടുള്ള ഇടപെടൽ കൊണ്ട്, മുൻകോപം കൊണ്ട്, അതുപോലെ മേലുദ്യോഗസ്ഥന്മാരുടെ ഒക്കെ അപ്രീതി സമ്പാദിക്കുന്ന, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് ഒക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതായിട്ടുള്ള സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം വരാനുള്ള സാധ്യതയാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യണം. അതുപോലെ തന്നെ ഡിസംബർ മാസമാകുമ്പോഴേക്കും അവർക്ക് പുതിയ വാഹനങ്ങളൊക്കെ മേടിക്കാനുള്ള യോഗം വന്നു ചേരും. അങ്ങനെ ആ തരത്തിലൊക്കെ ഉള്ള ഒരു വളരെയധികം കഷ്ടപ്പാട് സഹിച്ച്, വിഷമതകൾ സഹിച്ച്, ബുദ്ധിമുട്ടി അവരുടേതായിട്ട് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പറ്റുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഈ വർഷം അവർക്ക് ഗുണകരമായിട്ട് മാറും. ആയില്യം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവായി പറഞ്ഞാൽ സർപ്പമാണ് ദേവത. അതുകൊണ്ട് സർപ്പപ്രീതി വരുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നൂറും പാലും തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിട്ട് മാറും. അടുത്തത് മകൻ നക്ഷത്രമാണ്. മകം, പൂരം, ഉത്രം, കാല് ഇതെല്ലാം ചിങ്ങം കൂറിൽ പെട്ട നക്ഷത്രങ്ങളാണ്. ഇങ്ങനെ 2.25 നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറാണ്. ആ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രം, ആദ്യത്തെ നക്ഷത്രമാണ് മകം. ആ മകൻ നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ പൊതുവെ കുലീനരായിരിക്കും, ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്നവരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കുതികാൽ വെട്ടുക, ചതിക്കുക, വഞ്ചന ചെയ്യുക, അതൊന്നും അവർക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പൊതുവെ അവർ വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന പ്രകൃതക്കാരാണ്. അങ്ങനെയുള്ള ഈ മകൻ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ പലതരത്തിലുള്ള ഊഹക്കച്ചവടങ്ങളിൽ അങ്ങനെയുള്ളതിലൊക്കെ ചെന്നുപെട്ട് പണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി മാർച്ച് സമയങ്ങളും ഇതുപോലെ തന്നെ പലതരത്തിലും അതുപോലുള്ള പ്രതിസന്ധികളൊക്കെ അതിജീവിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അത് നേരിടേണ്ടി വരുന്നതായിട്ടുള്ള ഒരു കാലമാണ്. കൂടെ നിന്നവരൊക്കെ മാറിപ്പോവും.
പക്ഷെ അത് കഴിഞ്ഞ് മെയ് ജൂൺ ഒക്കെ മാസങ്ങളൊക്കെ വരുമ്പോഴേക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളായിട്ടുണ്ടാവും. അതുപോലെ തന്നെ മാറി നിന്നവരൊക്കെ വന്ന് സഹായിക്കാനൊക്കെ ഉള്ളതായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് അവർ പോകും. എങ്കിലും നവംബർ ഡിസംബർ മാസം വരുമ്പോഴും വീണ്ടും പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ മകൻ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധാപൂർവം 2025 നോക്കി കാണേണ്ടതായിട്ടുള്ള ഒരു വർഷമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ഈ കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് വിദേശവാസത്തിന് അവസരം ചിലർക്കൊക്കെ ലഭിക്കും. വിദേശത്ത് യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, കൂടെ നിന്നവരിൽ നിന്നുള്ള ചില അകൽച്ചകൾ, ഇതൊക്കെ ഉണ്ടാവാനുള്ളതായിട്ടുള്ള ചില യോഗങ്ങളും ഈ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വർഷമാണ് 2025. നല്ല നിലയിലുള്ള പ്രാർത്ഥനകൾ, ജപങ്ങൾ ഇതൊക്കെ ഉണ്ടാവണം. പ്രത്യേകിച്ച് പരമശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ചിങ്ങക്കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ആദിത്യനാണ്, അത് ശിവനാണ്. അപ്പോൾ അതുകൊണ്ട് ആദിത്യഭജനം നടത്തുക, അതുപോലെ തന്നെ ശിവഭജനം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലുക, അതൊക്കെ നഷ്ടപ്പെട്ടു പോയ വീര്യം തിരിച്ചു പിടിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പ്രാർത്ഥനകളും ഒക്കെ നടത്തി 2025 നേരിട്ടാൽ ഇവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും. അതേസമയത്ത് തന്നെ ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാനും അവർക്ക് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മുടെ പൂരം നക്ഷത്രത്തെ കുറിച്ചിട്ടാണ്. പൂരം നക്ഷത്രം ചിങ്ങക്കൂറ് തന്നെയാണ്. ആ പൂരം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ അവരെ നമ്മൾ അറിയപ്പെടാൻ സാധിക്കുന്നത് അവരുടെ ഓർമ്മശക്തി കൊണ്ടാണ്. അവരുടെ സത്യസന്ധത, അതുപോലെ തന്നെ കൃത്യനിഷ്ഠ, ഇത് രണ്ടും അവരുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പൊതുവെ ഒരു ആഭിജാത്യമുള്ള അല്ലെങ്കിൽ അന്തസ്സുള്ള ഒരു നക്ഷത്രം അല്ലെങ്കിൽ പെരുമാറ്റം ഒക്കെ ഉള്ള നക്ഷത്രക്കാരായിരിക്കും ഇവർ. അതുകൊണ്ട് പൂര നക്ഷത്രം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. പൂര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എടുത്തു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വളരെ നല്ല ഒരു കാലഘട്ടമാണ്. ജനുവരി മാസത്തിൽ, ഫെബ്രുവരി മാസത്തിൽ, മാർച്ച് മാസത്തിൽ, ഏപ്രിൽ മാസത്തിലൊക്കെ അവർക്ക് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും, പിതൃസ്വത്ത് വന്നു ചേരും, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം. മെയ് ജൂൺ മാസത്തിൽ കുറച്ച് കഷ്ടതകൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു കാലഘട്ടം അവർക്ക് ആ സമയത്ത് കുറച്ചും കൂടി ജാഗ്രതയോട് കൂടിയിട്ടിരുന്ന് വളരെ ശ്രദ്ധാപൂർവം ഈശ്വരഭജനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ കാലഘട്ടത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പൊതുവേ ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നല്ല ഒരു അനുകൂലമായിട്ടുള്ള വർഷമാണ് 2025 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരവസാന, അതായത് നവംബർ ഡിസംബർ അങ്ങനെ തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പൊതുവെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അടുത്തത് ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ചിങ്ങത്തിൽ കാൽഭാഗവും കന്നിയിൽ ബാക്കി മുക്കാഭാഗമുള്ള നക്ഷത്രമാണ് ഉത്തരം. ഉത്തര നക്ഷത്രക്കാർ പൊതുവെ സൗഭാഗ്യമുള്ളവരാണ്, അതുപോലെ തന്നെ സൗശീല്യമുള്ളവരാണ്. ഇത്തരത്തിൽ അവരെ അധ്യാപക രംഗത്ത്, സാഹിത്യ രംഗത്തൊക്കെ അവർ വളരെയധികം ശോഭിക്കും. കലാപരമായിട്ടുള്ള കഴിവുകൾ അവരിൽ ധാരാളമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരാളം പേരെ അങ്ങനെ അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെയധികം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണെന്ന് നമുക്ക് പ്രത്യേകം പറയാം. അതായത് ജനുവരി, ഫെബ്രുവരി ഈ 2 മാസം പൊതുവേ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മാസങ്ങളാണ്. ധാരാളം അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇങ്ങനെ 4 മാസങ്ങൾ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കിടന്നു. ജൂൺ, ജൂലൈ മാസം, മെയ് ജൂൺ മാസങ്ങളാകുമ്പോഴേക്കും അവർക്ക് പലതരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞുകൊണ്ട് തന്നെ വലിയ കടബാധ്യതയിൽ ചിലപ്പോൾ ചെന്ന് ചാടും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവർ ആ സമയത്ത് കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വർഷ അവസാനമാകുമ്പോഴത്തേക്കും, അതായത് നവംബർ മാസം ഒക്കെ ആകുമ്പോഴും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാൻ സാധ്യത, നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ
ശ്രദ്ധാപൂർവം ജാഗ്രതയോടുകൂടി മെയ് മാസത്തിന് ശേഷമുള്ള കാലഘട്ടം നോക്കി കാണേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതേസമയത്ത് തന്നെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ കുറയുന്ന മാസങ്ങളാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളൊക്കെ. അതുപോലെ തന്നെ വർഷത്തിലെ അവസാന കാലഘട്ടമാകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള കാലയളവാണ്. അതുകൊണ്ട് അവർ ആവശ്യത്തിന് ഈശ്വര ഭജനം നടത്തുകയും ഈശ്വരനെ ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട്. അവതാര വിഷ്ണു, അതുപോലെ തന്നെ ശിവൻ, ഇവരെയൊക്കെ പ്രാർത്ഥിച്ച് അവരവരുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളുടെ ദർശനം നടത്തി അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധികളിൽ നിന്ന് മോചനം നേടണം എന്ന് നമുക്ക് പൊതുവായിട്ടുള്ള ഫലം എന്നുള്ള നിലയിൽ വിലയിരുത്താൻ സാധിക്കും. അടുത്തത് അത്ത നക്ഷത്രമാണ്. കന്നിക്കൂറിൽപ്പെട്ട ഈ അത്ത നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ ഒരു പൊതുവെ ഒറ്റ വാക്കിൽ പറയാൻ വളരെ സൗമ്യ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞ പോലെ അധ്യാപക രംഗത്ത്, അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള രംഗത്ത് ഒക്കെ അവർക്ക് ശോഭിക്കാനായിട്ടൊക്കെ സാധിക്കും. നല്ല ഉയർച്ച ഉണ്ടാവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ വർഷം ജനുവരി ഫെബ്രുവരി മാസമൊന്നും അത്ര അനുകൂലമല്ല എന്ന് പറയുമ്പോൾ പോലും അവർക്ക് വിദേശവാസത്തിന് യോഗമുണ്ട്. ചില അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ അനുകൂലം എന്ന് പറയുമ്പോൾ പോലും ചിലപ്പോൾ നമ്മുടെ ഭാര്യയുടെയൊക്കെ സ്വത്ത് കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാവും. അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. ഒക്കെ ചെയ്യുന്ന ഒരു അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ കടന്നു പോകുന്ന ഒരു സമയമായിരിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങൾ. മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ അത്തരത്തിലുള്ള പ്രതികൂലാവസ്ഥയൊക്കെ അതിജീവിച്ച് കയറി വരും. പക്ഷെ ജൂൺ ജൂലൈ മാസമാകുമ്പോഴേക്കും, മെയ് ജൂൺ മാസമാകുമ്പോഴേക്കും വീണ്ടും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അവരെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട്. മേലധികാരികളിൽ നിന്നുള്ള എതിർപ്പ്, തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവർക്ക് നേരിടേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളുണ്ടാവും. അങ്ങനെ മെയ് ജൂൺ മാസങ്ങൾ, ജൂൺ ജൂലൈ മാസങ്ങൾ, ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ നേരിടും. പക്ഷെ വർഷത്തിൻ്റെ അവസാന കാലം നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും അവർ അതിനെയൊക്കെ അതിജീവിച്ച് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതി കന്നിക്കൂറിലും ബാക്കി പകുതി തുലാക്കൂറിലാണുള്ളത്. ചിത്തിര നക്ഷത്രക്കാരെ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ സാധിക്കുന്നത് അവരുടെ കർമ്മ കുശലത കൊണ്ടാണ്. അധ്വാനിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇത്രമാത്രം കഴിവുള്ള മറ്റൊരു നക്ഷത്രക്കാർ വേറെയില്ല. അവരെ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പാടും ത്യാഗവും സഹിക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ ശത്രുക്കളെ നിസ്സംശയം നിശേഷം ഇല്ലാതാക്കി കളയും. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രത്യേകതകളുള്ള നക്ഷത്രക്കാരാണ് ചിത്തിര നക്ഷത്രക്കാർ. ആ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള ഒരു വർഷമാണ് ഇത്. അവരെ സംബന്ധിച്ചിടത്തോളം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ധാരാളം ധനസമൃദ്ധിക്ക് സാധ്യതയുണ്ട്, ധനലഭ്യതയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല ഗുണാനുഭവങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും കരകയറുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഈ സമയത്ത് കാണാൻ സാധിക്കുന്നത്. പുതിയ വാഹനങ്ങൾ മേടിക്കാൻ, സ്ഥലങ്ങൾ മേടിക്കാൻ ഒക്കെ ഉള്ളതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ധനപരമായിട്ട് അവർക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു കാലയളവാണ് ഫെബ്രുവരി. അതുപോലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഗുണകരമായിട്ടുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ ചില ചെറിയ വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകാൻ, ചെറിയ നിലയിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് തൊട്ടടുത്ത് തന്നെ അടുത്ത് വരുന്ന സമയങ്ങളിൽ തന്നെ അതിനെയൊക്കെ അതിജീവിച്ചവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പുതിയ ചില മംഗളകർമ്മങ്ങൾ വീടുകളിൽ നടക്കുന്ന വർഷമാണിത് അവരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ശ്രദ്ധാപൂർവം കൂട്ടു ബിസിനസ്സുകളൊക്കെ വേണ്ടും വണ്ണം വിജയിക്കാതെ പോകുന്ന, പരാജയപ്പെടുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അതേസമയത്ത് വിദേശയാത്രയ്ക്ക്, വിദേശവാസത്തിനും ഒക്കെ സാധ്യതയുള്ള വർഷമാണിത് അവരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ വർഷം അവസാനമാകുമ്പോഴേക്കും വീണ്ടും അവർ പൂർണ്ണ പ്രതാപത്തോടു കൂടി, നവംബർ ഡിസംബർ മാസങ്ങളാകുമ്പോഴേക്കും അവർ പൂർണ്ണ പ്രതാപത്തോടു കൂടി അതിനെയെല്ലാം, എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും വീഴ്ചകളെയും ഒക്കെ അതിജീവിച്ച് അവർ മുന്നോട്ട് പോകും. മെയ് ജൂൺ മാസങ്ങളിൽ അവർക്ക് കേസുകളൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ
ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാകുമ്പോഴേക്കും ശത്രുവിൻ്റെ മുകളിൽ ഒക്കെ ഉള്ള വിജയത്തിൻ്റെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഈശ്വരീയമായിട്ടുള്ള കഴിവുകളെ ദുർവിനിയോഗം ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അവർക്ക് ഈ 2025 വർഷത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈശ്വരനെ കൃത്യമായിട്ട് ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ പ്രാർത്ഥനകൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോയാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായിട്ട് വരും. അവതാര രൂപങ്ങൾ ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അവതാര വിഷ്ണു, നരസിംഹമൂർത്തി, അതുപോലെ തന്നെ വരാഹമൂർത്തി, അതുപോലെ തന്നെ മറ്റു മൂർത്തികൾ, ഈ അവതാരങ്ങളെയൊക്കെ നല്ല പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അവർക്ക് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണ് 2025. അടുത്തത് ചോതി നക്ഷത്രമാണ്. ആകാശത്ത് ത്രാസിൻ്റെ രൂപത്തിൽ കാണുന്ന നക്ഷത്രമാണ് ചോതി. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ആദ്യഘട്ടം വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടമാണ്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം അനേകം തരത്തിലുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു വർഷമാണ്. അതിനുശേഷം മെയ് മാസത്തിന് ശേഷം മെയ് ജൂൺ മാസങ്ങളാകുമ്പോഴേക്കും അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുകയും ധനയോഗം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കാലഘട്ടമാണ്. അവർക്ക് ഈ വർഷത്തിൽ അപ്രതീക്ഷിതമായി അവർക്ക് നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് വർഷം അവസാനമാകുമ്പോഴേക്കും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കും. വർഷ ആരംഭത്തിൽ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള തടസ്സങ്ങളുടെ മാസങ്ങളാണ്. വളരെ വിഷമതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. വളരെയധികം ജാഗ്രത വേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് വളരെയധികം ശ്രദ്ധാപൂർവം ഈശ്വരനെ ഭജിക്കുകയും അതുപോലെ തന്നെ ഈശ്വര ഭജനം നടത്തി ചില അപകീർത്തി, അപവാദം, കേസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെയെല്ലാം അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില പ്രയത്നങ്ങൾ നടത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ കുറച്ച് വിഷമതകളൊക്കെ ഉണ്ടാകുമ്പോഴേ അത് മാർച്ച് പകുതിയോട് കൂടിയിട്ട് അതൊക്കെ മാറ്റങ്ങൾ വരും. അത് ഗുണകരമായിട്ടുള്ള നിലയിലേക്ക് മാറുകയും ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഗുണകരമായിട്ട് മാറും. പക്ഷേ പൊതുവെ മെയ് മാസം വരെയുള്ള കാലയളവ് കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞത്. മെയ് മാസത്തിന് ശേഷം കുറച്ച് അഭിവൃദ്ധിയുടെയും കാലഘട്ടമാണെന്ന് പൊതുവെ നമുക്ക് പറയാൻ സാധിക്കും. വിഷമ കാലഘട്ടത്തിൽ നന്നായി ഈശ്വരനെ ഭജിക്കുകയും ഈശ്വര ഭജനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയെ ഒക്കെ നന്നായി ഭജിച്ച് പ്രാർത്ഥിച്ച് അവരുടെ സാമ്പത്തിക വിഷമതകളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തണം. തൊട്ടടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ഒക്കെ പ്രത്യേകമായിട്ടുള്ള ഭജനയും പ്രാർത്ഥനയും ദർശനവും വഴിപാടുകളും ഒക്കെ നടത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കാലയളവ് വരെയുള്ളതായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ധനയോഗത്തിനും അതുപോലെ തന്നെ വിശേഷാൽ യോഗങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരും. വിശാഖ നക്ഷത്രത്തിൻ്റെ കാൽഭാഗം തുലാൻ രാശിയിലും ബാക്കി മുക്കാഭാഗം ഉള്ളത് വൃശ്ചിക രാശിയിലുമാണ്. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത അവരെ നമുക്ക് ഭരണ നിപുണന്മാരാണ്. അവർ പൊതുവെ മൃദു സ്വഭാവമുള്ളവരാണ്, കർമ്മകുശലതയുള്ളവരാണ്, സൗമ്യരാണ്, ഇതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് അവർ വിശാഖ നക്ഷത്രം. പക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഭരണ നിപുണതയുള്ളവരാണ് അവരെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മെയ് മാസം വരെയുള്ള സമയം വളരെയധികം ഗുണകരമായിട്ടുള്ള നിലയിലുള്ള പല അനുഭവങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ മെയ് മാസത്തിന് ശേഷം ചിന്തിച്ചാൽ കുറച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാലയളവ് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ മാർച്ചിന് ശേഷം, മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്കൊക്കെ ശേഷമുള്ള കാലയളവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിപരമായിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ബുദ്ധിപരമായി തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ ചില സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ചില വീഴ്ചകളൊക്കെ സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പോരായ്മകളുള്ളതായിട്ട് കണക്കാക്കാൻ സാധിക്കും. അതിനുശേഷം മെയ് മാസത്തിന് ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ശ്രദ്ധപൂർവ്വമല്ലാത്ത ചില ഇടപെടലുകൾ നടത്തിയത് കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ശത്രുക്കളെ കൊണ്ടുള്ള ചില പീഡകൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിലുണ്ടാകും. അവരെ ആ ഒരു കാലയളവൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ ആ കാലഘട്ടം മനസ്സിലാക്കി ആ സമയത്ത്
ആവശ്യത്തിന് ഈശ്വര ഭജനം നടത്തുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തി ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അടുത്തത് അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രം വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ടതായിട്ടുള്ള അനിഴ നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും ഏറ്റവും നല്ല നക്ഷത്രമാണ്. ഏത് കാര്യം ചെയ്യുന്നതിനും ഏത് ശുഭകർമ്മം ചെയ്യുന്നതിനും സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങളിൽപ്പെട്ട ഒന്നാണ് അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ കാര്യങ്ങളിലും അവർ ശ്രദ്ധിക്കപ്പെടുന്നത് അവരുടെ കർമ്മകുശലത കൊണ്ടാണ്. എത്ര മോശപ്പെട്ട കാര്യം ചെയ്യാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. എത്ര വിഷമം സഹിച്ചു വേണമെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അവരെ യാതൊരു മടിയും ഉണ്ടാവില്ല. ഏറ്റെടുത്ത കർമ്മങ്ങളൊക്കെ വിജയത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് അസാമാന്യമായിട്ടുള്ള കഴിവുണ്ട്. കർമ്മകുശലത അവരുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർ പ്രധാനമായിട്ടുള്ള ഭരണസ്ഥാനങ്ങളിലൊക്കെ അവർ എത്തിച്ചേരും. പക്ഷെ അവർക്ക് പലപ്പോഴും അവർക്ക് മനസ്സമാധാനം വളരെ കുറവായിട്ടാണ് നമുക്ക് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വൃശ്ചിക രാശിയിൽപ്പെട്ട അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം തുടക്കത്തിലൊക്കെ നല്ല സമയമാണ്. പല ഗുണാനുഭവങ്ങൾ ഉണ്ടാവും, കേസുകൾ വിജയിക്കും, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും, മറ്റ് പലതരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. എങ്കിലും മെയ് മാസത്തിനൊക്കെ ശേഷം കുറച്ച് വിഷമതകൾ അനുഭവിക്കുന്നതായിട്ടുള്ള കാലഘട്ടം ഉണ്ടാവും. ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ദുര്യോഗം അല്ലെങ്കിൽ അവരുടെ മരണം വളരെയധികം ഇവരെ സ്വാധീനിക്കുകയും അവരുടെ മനസ്സിന് വിഷമമുണ്ടാക്കും, അത് അവരുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവും. ഈ സമയത്ത് ബന്ധുക്കളെയൊക്കെ സഹായിക്കേണ്ട, ബന്ധുക്കളുടെ ബാധ്യതകളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം സംജാതമാകും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധുക്കളുടെ ബാധ്യതകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അവരുടെ ബാധ്യതകൾ നമ്മുടേതായിട്ട് മാറി വരുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെയ് മാസത്തിന് ശേഷമുള്ള സമയം കുറച്ച് വിഷമതകൾ നിറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ജാഗ്രതയോടുകൂടി ജീവിക്കുകയും അനാവശ്യമായിട്ടുള്ള ഒരു വിഷയങ്ങളിൽ ചെന്ന് തലവെച്ച് കൊടുക്കുകയും ആരുടെയും സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുകയൊക്കെ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഓടിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട്. വാഹനങ്ങളൊക്കെ വന്നു ചേരുവർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ. പക്ഷെ അതൊക്കെ ശ്രദ്ധാപൂർവം, ചില ഒരു സമയം കഴിഞ്ഞാൽ വാഹനം ഉപയോഗിക്കാണ്ട് പോലും ഇരിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട് ഈ വർഷത്തിൻ്റെ അവസാന കാലഘട്ടമൊക്കെ എത്തുമ്പോഴേക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടുകൊണ്ട് നല്ല നിലയിലുള്ള ഈശ്വര ഭജനവും പ്രാർത്ഥനയും ഭക്തിയും ഒക്കെ ആയിട്ട് വേണം ഇനി ഈ വർഷം നമ്മൾ മെയ് മാസത്തിന് ശേഷമുള്ള കാലഘട്ടം നോക്കിക്കാണാൻ. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വൃശ്ചികക്കൂറിൽ അവസാനത്തെ നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ ശുദ്ധഗതിക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ക്ഷിപ്രകോപികളാണ് അവർ. വളരെ പെട്ടെന്ന് തന്നെ അവർ ദേഷ്യപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പല വിഷമതകളും അവർക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ ഈ വർഷം പൊതുവെ ഗുണാധിക്യമുള്ള വർഷമൊക്കെയാണ്. പക്ഷെ പലതരത്തിലുള്ള ഉയർച്ചയും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഉണ്ടാകും. അവർക്ക് പലതരത്തിലുള്ള ഉയർച്ചയും ഒക്കെ അവർക്ക് പ്രത്യേകിച്ച് മെയ് മാസം വരെ പറയുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. മാർച്ചിന് ശേഷം കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. പക്ഷെ അവർക്ക് പൊതുവെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചില വ്യവഹാരങ്ങൾ നടക്കാൻ വന്നു ചേരാനൊക്കെ ഉള്ളതായിട്ടുള്ള സാഹചര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. പല മാതാപിതാക്കളിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ പൊതുവെ ആ കാലഘട്ടം എന്ന് പറയുന്നത് അവർക്ക് മാർച്ച് ഏപ്രിൽ മെയ് ആദ്യം വരെയുള്ള കാലഘട്ടം വളരെ ഗുണകരമായിട്ട് മാറും. മെയ് മാസത്തിന് ശേഷം കുറച്ച് ജാഗ്രതയോടുകൂടി ഈശ്വരഭജനമൊക്കെ ആയിട്ട് പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവും. പക്ഷെ ജീവിതത്തിൽ പുതുതായിട്ടുള്ള സ്ഥലം മേടിക്കാൻ, വാഹനം മേടിക്കാൻ ഒക്കെ ഈ വർഷം 2025 വർഷം വളരെയധികം സാധിക്കും. അവർക്ക് അതുകൊണ്ട് പൊതുവായിട്ടുള്ള ഒരു ഗുണഫലം ആ വർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിലും അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും ഒക്കെ അവർക്ക് പൊതുവെ ഉണ്ടാകും. വ്യവഹാരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും. ആ തരത്തിൽ എല്ലാ തരത്തിലുള്ള ഒരു ഉയർച്ച ആ സമയത്ത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പൊതുവെ പലതരത്തിലുള്ള
പ്രതിസന്ധികളുടെയൊക്കെ ഒരു മാസം മെയ് മാസത്തിന് ജൂൺ മാസങ്ങളിലൊക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ ശ്രദ്ധാപൂർവ്വം ഈശ്വരഭജനം നടത്തി പ്രാർത്ഥനകൾ നടത്തി ഒക്കെ നമുക്കതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമം നടത്തേണ്ടതുണ്ട്. അടുത്തത് മൂല നക്ഷത്രമാണ്. ധനുരാശിയിലെ ആദ്യത്തെ നക്ഷത്രമാണ് മൂല നക്ഷത്രം. ഒരു പൊതുവെ വിശാല മനസ്കരായിരിക്കും, മൃദു സ്വഭാവമുള്ളവരായിരിക്കും. അവരെ സംബന്ധിച്ച് വേറൊരു കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് മനസ്സിലാക്കുക, അവർക്ക് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്ന ആൾക്കാരാണ് അവർ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ സമയത്ത് അവർക്ക് നല്ല നേതൃത്വ ഗുണമുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാവും. അതേ സമയത്ത് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മാർച്ചിന് ശേഷം കുറച്ച് വിഷമതകൾ അനുഭവിക്കുന്നതായിട്ടുള്ള സാഹചര്യം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുണ്ടാവും. മെയ് പകുതിക്ക് ശേഷം അവർക്ക് വീണ്ടും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ മെയ് ജൂൺ ജൂലൈ ഒക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ പലതും ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. അതായത് വളരെ നല്ല ഗുണാനുഭവങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഭൂമി വന്നു ചേരുക, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുക, വിവാഹാദി കാര്യങ്ങൾ, മംഗളകർമ്മങ്ങൾ നടക്കുക, ധനലാഭം ഉണ്ടാവുക, സ്വർണങ്ങൾ വന്നു ചേരുക, അതുപോലെ തന്നെ ചില നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക, സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക, ഉള്ള കാര്യങ്ങളൊക്കെ ഈ മെയ് മാസത്തിന് ശേഷം അവർക്കുണ്ടാകും. അതേ സമയത്ത് തന്നെ വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ വലിയ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷേ അതിനുശേഷം അവർക്ക് ഇത്തരത്തിലുള്ള ചില ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ 2025 വർഷത്തിൽ പല ഭാഗങ്ങളിലായിട്ട് അവർക്ക് ലഭിക്കും. അതേസമയത്ത് തന്നെ പൊതുവെ ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം മെയ് മാസം വരെ ഉണ്ടാവും. മെയ് മാസത്തിന് ശേഷം വളരെ നല്ല അനുഭവങ്ങൾ വർഷം മുഴുവൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അടുത്തത് പൂരാടൻ നക്ഷത്രമാണ്. പൂരാടൻ നക്ഷത്രം ധനുക്കൂറിലാണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം പൂരാടൻ നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അനുകൂലമായിട്ടുള്ള വർഷമാണ് ഈ വർഷം വരാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള വിഷമാവസ്ഥയൊക്കെ മാറി അനുകൂലമായിട്ടുള്ള 2025 വർഷം അവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളെ കൊണ്ട് അനുകൂലമായിട്ട് വരാൻ പോകുന്ന വർഷമാണ്. അവരെ സംബന്ധിച്ചാൽ അവർക്ക് പൊതുവെ ഒരു വാക്ചാതുര്യമുള്ള ആൾക്കാരാണ്. അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള പ്രത്യേക കഴിവുള്ള ആൾക്കാരാണ് പൂരാടൻ നക്ഷത്രക്കാർ. അതേസമയത്ത് തന്നെ അവർ ആര് പറഞ്ഞാലും അവർ ഉൾക്കൊള്ളുകയോ കേൾക്കുകയോ ചെയ്യുന്ന പ്രകൃതക്കാരും അല്ലാതാണ്. അത്തരത്തിലുള്ള പൂരാടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മെയ് മാസത്തിന് ശേഷം നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അവരുടെ നേതൃത്വപരമായിട്ടുള്ള നിലയിലുള്ള ഉയർച്ച അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. അതേസമയത്ത് മാതാപിതാക്കന്മാരുടെ ഒരു രോഗാവസ്ഥ, അവരുടെ ഒരു വിഷമാവസ്ഥ, അവരുടെ ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ അവർക്കും നേരിടേണ്ടതായിട്ട് വരുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. മുൻകോപം കൊണ്ട് പലതും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2025 വർഷം പൊതുവെ ഗുണകരമായിട്ട് മാറും. ആ ഗുണകരമായിട്ട് മാറുന്നതിന് വേണ്ടുവണ്ണം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് പൂരാടൻ നക്ഷത്രക്കാർ ശ്രമിക്കണം. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ധനുക്കൂറിലും ബാക്കി മുക്കാൽ ഭാഗമെടുത്ത് മകരക്കൂറിലുമാണ്. ഈ ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ ഈശ്വരഭക്തി, ഗുരുഭക്തി, കുലമഹിമയ്ക്കുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മാർച്ച്, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഉള്ളതിനേക്കാളും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ വരെ അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ആ സമയത്ത് അവർക്ക് സമൃദ്ധി ഉണ്ടാവും, ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും, എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പൊതുവെ മാർച്ചിന് ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ വളരെയധികം ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ്. അവർക്ക് വളരെയധികം സാമ്പത്തികമായിട്ടും നേതൃത്വപരമായിട്ടും സമൂഹത്തിന് അംഗീകാരത്തിൻ്റെ ദൃഷ്ടിയിലുമൊക്കെ തന്നെ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയമാണ്.
മെയ് മാസത്തിന് ശേഷം ചെറിയ ചില തടസ്സങ്ങളും ചില പ്രതിസന്ധികളും ചില പ്രശ്നങ്ങളും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഈശ്വരഭജനം കൊണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ശാസ്താവിനെയാണ് പ്രധാനമായിട്ട് അവർ ഭജിക്കേണ്ടത്. ആ ഒരു ഭജന ഈ ഒരു പ്രതിസന്ധിയെ അവർക്ക് അതിജീവിക്കാൻ കരുത്ത് പകർന്നു നൽകും. അതുപോലെ തന്നെ കൃഷ്ണനെ, അവതാര വിഷ്ണുവിനെ, കൃഷ്ണനെ ഒക്കെ ഭജിക്കുന്നതും അതിന് തക്കമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഉത്തമമായിട്ടുള്ള വഴിപാടുകൾ കഴിക്കുന്നതും ഒക്കെ ഗുണകരമായിരിക്കും. വിഷ്ണു സഹസ്രനാമം, അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ സ്തോത്രങ്ങൾ, ഇതൊക്കെ ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ആ ഒരു അവതാരങ്ങളെ ഭജിച്ചുകൊണ്ടുള്ള സ്തോത്രങ്ങൾ ചൊല്ലുന്നതും അവർ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഈ സമയത്ത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം എന്നുള്ള പേര് കേൾക്കുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർ വളരെ ക്ഷമാശീലരാണ്, സത്യസന്ധരാണ്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഗുരുഭക്തിയുള്ള ഈശ്വരഭക്തിയുള്ള ആൾക്കാരാണ്. അവർ സത്യത്തെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നുണ പറയേണ്ടതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ പൊതുവെ ചെയ്യുന്ന ആളുകളുമല്ല. അപ്പം ആ നിലയിൽ തിരുവോണം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല നക്ഷത്രം എന്നുള്ള നിലയിലൊക്കെ, അത് മകരക്കൂറിലാണ് ആ നക്ഷത്രം ഉള്ളത്. ആ മകരക്കൂറിലുള്ള നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പം ജനുവരി ഫെബ്രുവരി മാസങ്ങളൊന്നും അത്ര അനുകൂലമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് കഴിഞ്ഞ് മാർച്ച് മാസം കഴിയുമ്പോഴേക്കും അവർക്ക് നല്ല അനുകൂല സ്ഥിതി ഉണ്ടാകും. അവർക്ക് നല്ല നിലയിലുള്ള ഉയർച്ചയുടെ ഒരു കാലഘട്ടം അതോടുകൂടി ആരംഭിക്കും. അവരുടെ സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾക്ക് അവസാനം ഉണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവസാനിക്കുകയും അവർ ഒരു വലിയ നിലയിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ അവർക്ക് ഗുണമാകും. മെയ് മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് പിതാവിന് രോഗം വരാനുള്ളതായിട്ടുള്ള സ്ഥിതിവിശേഷം പറയുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ചില വിഷമതകളൊക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. അതായത് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ പല തരത്തിലുള്ള വിഷമതകൾ, പ്രതിസന്ധികളൊക്കെ അവർക്ക് അവരുടെ മുമ്പിൽ കടന്നു വരും. പക്ഷെ അവർ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും. ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും അവർ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരികയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം വർഷാരംഭം അത്ര ഗുണകരമല്ലെങ്കിലും അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ അവർക്ക് നല്ല ഉയർച്ചയുണ്ടോ. അതിൻ്റെ ഇടയിൽ മെയ് ജൂൺ മാസങ്ങളൊന്ന് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. അവരെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള ചില കാര്യങ്ങളും കൂടി പരിഗണിച്ച് ജാഗ്രതയോടുകൂടി ഇരുന്നാൽ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ പകുതി മകരക്കൂറിലും ബാക്കി പകുതി കുംഭക്കൂറിലുമാണ് ഉള്ളത്. അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നത് മഹാഭാഗ്യമായിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത്. അവർ പൊതുവെ ശാന്തരും സൗമ്യരും ഒക്കെയാണ്. അവിട്ടം തവിട്ടിലും പൊന്ന് എന്നിങ്ങനെ ഒരു വാചകം തന്നെയുണ്ട്. എത്ര വലിയ സാമ്പത്തിക ലാഭം അവിടെ ഉണ്ടാവും എന്നുള്ള നിലയിലാണ് അവിട്ട നക്ഷത്രത്തെ കണക്കാക്കുന്നത്. അവിട്ട നക്ഷത്രത്തിൽ പിറന്നവർ ഈ പറഞ്ഞ പോലെ വലിയ സാഹസികരാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷെ അവർ ക്ഷിപ്രകോപികളാണ്, പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വരും അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവിട്ട നക്ഷത്രക്കാർ പൊതുവെ ആ തരത്തിലാണ് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള അവിട്ട നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2025 വർഷം അവർക്ക് പൊതുവെ മൊത്തത്തിൽ നോക്കിയാൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും. അതിൽ ആ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള വിഷമതകളൊക്കെ മാറാനും ഉയർച്ച ഉണ്ടാവാനും ഒക്കെ ഉള്ള സാഹചര്യം പൊതുവെ ആ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി അവരുടെ ജീവിതത്തിൽ അവർക്ക് നേടിയെടുക്കേണ്ട വാഹന ലാഭം, വീടിൻ്റെ കാര്യങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും 2025. 2025 ചില ചെറിയ പ്രതിസന്ധികളൊക്കെ ഓരോ മാസങ്ങളിലും ചിലത് കടന്നു വരുന്നുണ്ടെങ്കിലും ചിലരുമായിട്ട് ചേർന്നുള്ള ചില ബിസിനസ്സുകളിൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകളൊക്കെ കാണുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പം ആ സമയത്തൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധാപൂർവം പെട്ടെന്ന് തനിക്കുണ്ടാകുന്ന കോപത്തെ നിയന്ത്രിച്ച് വെച്ചുകൊണ്ട് ബുദ്ധിപരമായിട്ട്, കോപത്തിന് അടിമപ്പെടാതെ ബുദ്ധിപരമായിട്ടുള്ള നിലയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചാൽ ഈ 2025 വർഷം എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള അവസ്ഥാവിശേഷം അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അടുത്തത് ചതയം നക്ഷത്രമാണ്. കുംഭക്കൂറിലാണ് ചതയം നക്ഷത്രം ഉള്ളത്. ചതയം നക്ഷത്രക്കാർക്ക് അനേകം പ്രത്യേകതകളുണ്ട്. അവർ പൊതുവെ സൗമ്യശീലരും
കുശാഗ്ര ബുദ്ധിയുള്ളവരും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നവരാണ്. എന്നാൽ മുൻകോപം, നേരത്തെ പറഞ്ഞ അവിട്ട നക്ഷത്രക്കാരെ പറഞ്ഞ പോലെ മുൻകോപമൊന്നും അവർക്ക് തീരെയില്ല. സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരാണ്. ആർക്കും അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രകൃതക്കാരല്ല. അവർക്ക് അങ്ങനെ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ ആ ഉറ്റ ബന്ധുക്കളിൽ നിന്നോ അങ്ങനെ വലിയ സഹായങ്ങളൊന്നും കിട്ടുമെന്നും അങ്ങനെയുള്ളതില്ല. പക്ഷെ ഏറ്റെടുക്കുന്ന കാര്യം കൃത്യമായി വിജയത്തിലെത്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ചതയ നക്ഷത്രക്കാർ. ആ ചതയ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഈ ഒരു വർഷം 2025 വർഷം പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് വരേക്കുള്ള കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ല നിലയിലുള്ള കാര്യങ്ങൾ നടന്നു പോകും. മാർച്ചിന് ശേഷം അവർക്ക് ചെറിയ സാമ്പത്തികമായിട്ടുള്ള ചില വലിച്ചിലൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷെ മെയ് മാസത്തിന് ശേഷം അവർക്ക് മൊത്തത്തിൽ ആധ്യാത്മികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ ഉയർച്ചയുടെയും മുന്നേറ്റത്തിൻ്റെയും കാലഘട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് ചതയ നക്ഷത്രം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 2025 വർഷം അവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി മാറുകയും അവർക്ക് മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ സാധിക്കും. പക്ഷേ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കുടുംബപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അടുത്ത പൂരിട്ടാതി നക്ഷത്രമാണ്. പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ കാഭാഗം 3/4 ഭാഗം കുംഭക്കൂറിലും ബാക്കി 1/4 ഭാഗം ഉള്ളത് മീനക്കൂറിലുമാണ്. പൂരിട്ടാതി നക്ഷത്രം പൊതുവെ സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ, നന്മയുള്ള ആൾക്കാർ ഒക്കെ നമ്മൾ പൊതുവെ പറയുന്നത്. പക്ഷെ അവർ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വലിയ ദൃഢമായിട്ടുള്ള വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും. ദൃഢമായിട്ടുള്ള വിശ്വാസം, നല്ല നിലയിൽ ഭക്ഷണപ്രിയരായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് തന്നെ നല്ല കർമ്മകുശലതയുള്ളവരും നല്ല അധ്വാനികളുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ കാലഘട്ടം പൊതുവെ 2025 വർഷം ഗുണദോഷ സമ്മിശ്രമാണ്. പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പലതരത്തിൽ പറയുമ്പോഴും അതേപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ദോഷഫലങ്ങളും പ്രതിസന്ധികളും പ്രതികൂലാവസ്ഥയും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് വേണം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതേസമയത്ത് തന്നെ പല ജീവിതത്തിൽ 2025 വർഷത്തിൽ പല ഭാഗങ്ങളിലായിട്ട് അവർക്ക് ഗുണാനുഭവങ്ങളും പലതും അവർക്ക് ഉണ്ടാകും. അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായിട്ടുള്ള എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ വളരെ പ്രതികൂലമായിട്ടുള്ള പല സംഭവവികാസങ്ങളിലൂടെയും അവർക്ക് കടന്നു പോകേണ്ട ഒരു വർഷമാണ് 2025. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറിലാണുള്ളത്. ആ ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ലോലഹൃദയനാണ്. എല്ലാവരോടും വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അവർ പെരുമാറും. പിന്നെ വരവ് ചെലവൊക്കെ തട്ടിക്കിഴിച്ച് നോക്കി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരൊന്നും അല്ല. അവർ വളരെ അവ കാര്യങ്ങളിലൊന്നും ഒരു നിർബന്ധ ബുദ്ധിയുമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ ഈ വർഷം വളരെ ഗുണാനുഭവങ്ങളുള്ള വർഷമായിരിക്കും അവർ ഈ വർഷം അവർക്ക് വാഹനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനങ്ങൾ മേടിക്കും. വീട് വയ്ക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വാഹന കച്ചവടത്തിലൂടെ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിലൂടെയൊക്കെ പണം സമ്പാദിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ തരത്തിലുള്ള ഗുണാനുഭവങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്ന ഒരു വർഷമാണ്. അവരെ സംബന്ധിച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ചില ആരോഗ്യപരമായിട്ടുള്ള വാദസംബന്ധമായിട്ട് അല്ലെങ്കിൽ മേല് സംബന്ധിച്ച് വേദന ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ വലിയ ചെറിയ തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി കുറച്ച് അനുകൂലമായിട്ട് മാറുന്നതായിട്ടുള്ള കാലഘട്ടമാണ് മെയ് ജൂൺ മാസങ്ങളൊക്കെ. അപ്പോൾ ആ കാലഘട്ടങ്ങൾക്കൊക്കെ ശേഷം പൊതുവെ അവർക്കൊരു സമൃദ്ധിയും ഉയർച്ചയും നന്മകളും ഒക്കെ ഉണ്ടാവും. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ പൊതുവെ നന്നായിട്ട് ഈശ്വരനെ ഭജിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അവർക്ക് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്തത് രേവതി നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ ഏറ്റവും അവസാനത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം. ആ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുലീനതയുള്ള നക്ഷത്രമാണ് രേവതി. എല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ആരെയും വക വെച്ചു കൊടുക്കുന്ന പ്രകൃതക്കാരല്ല. ആരുടെയും അടിമപ്പെട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാനോ ഒന്നും ഒരു വിധേയത്വം കാണിക്കാനോ അവർ തയ്യാറല്ല. സ്വതന്ത്ര ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാണ് ഈ രേവതി നക്ഷത്രക്കാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ധനസഹായം ചെയ്യാനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും ഒരു മടിയുള്ള ആളുകളല്ല. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ
വളരെ പെട്ടെന്ന് തന്നെ ഉന്നത ശ്രേണിയിലേക്ക് എത്തിച്ചേരും, എല്ലാവരും ആദരിക്കപ്പെടും, എല്ലാവരുടെയും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം വേണ്ട, 2025 വർഷം വളരെ ഗുണകരവും സന്തോഷകരവുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതാനുഭവങ്ങളെല്ലാം അനുകൂലമായിട്ട് മാറും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിഷമാവസ്ഥയ്ക്കൊക്കെ മാറ്റം വരികയും അവരുടെ എല്ലാം ജീവിതത്തിൽ പലതരത്തിലുള്ള ഉയർച്ചകൾ, പ്രത്യേകിച്ച് വാഹനങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ വീടുണ്ടാവുക, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുക, അതുപോലെ തന്നെ ചില പ്രത്യേക തരത്തിലുള്ള രീതിയിൽ ധനം കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. തൊഴിൽപരമായിട്ട് ധനലബ്ധി ഉണ്ടാവും, അപ്രതീക്ഷിതമായിട്ട് ധനലബ്ധി ഉണ്ടാവും. അതുകൂടാതെ വിദേശ യാത്ര, പൊതുവേ രേവതി നക്ഷത്രക്കാർ സ്വന്തം വീട് വിട്ട് മാറി താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഈ വർഷം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ളതായിട്ടുള്ള അവസരം ഉണ്ടാകും. അതിലൂടെയൊക്കെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ നിലയിലുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പൊതുവേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിവൃദ്ധിയുടെയും അതുപോലെ സന്തോഷത്തിൻ്റെയും ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്നുള്ള നിവൃത്തിയുടെയും ഒരു കാലഘട്ടമാണ് 2025. അപ്പോൾ 27 നക്ഷത്രങ്ങളെക്കുറിച്ചും അവരുടെ വരാൻ പോകുന്ന 2025 വർഷത്തെ അവരുടെ ഫലങ്ങളെക്കുറിച്ചിട്ടും ഒക്കെയുള്ള സൂചനകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണ്. ചില കാലയളവിൽ നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ടാവും, ചില സമയത്ത് നമുക്ക് ദോഷങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അതൊന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അപ്പോൾ ആ സമയത്ത് വിഷമങ്ങളുള്ള കാലഘട്ടത്തിലും വിഷമങ്ങളില്ലാത്ത കാലഘട്ടത്തിലും ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശ്വര ഭജനത്തിലൂടെ, ഈശ്വര പ്രാർത്ഥനയിലൂടെ ഈ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ പുരാണങ്ങളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷമതകളുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശ്വരനെ വളരെ ശക്തമായിട്ട് ഭജിക്കുകയും ഈശ്വര പ്രാർത്ഥനയിലൂടെ ഈ ദുഃഖങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാലയളവിൽ നന്നായി ഈശ്വര ഭജനം നടത്തി, തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളുടെ ദർശനം നടത്തി, പ്രധാനപ്പെട്ട വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ഈ കാലയളവിൽ തീർത്ഥാടനം നടത്തി ഒക്കെ നമ്മുടെ ദോഷങ്ങളെ, പ്രാരബ്ധ കർമ്മങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ ഫലസൂചനകൾ നമുക്ക് പ്രേരണയായി മാറട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും 2025 വർഷം ഐശ്വര്യ സമ്പൂർണ്ണമായി മാറട്ടെ. ഏത് പ്രതികൂല സാഹചര്യവും ഈശ്വര ഭജനത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.